ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇതാ RSSൽ ഒരു ഭിന്നത പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യത്തെ പള്ളി ക്ഷേത്ര തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് RSSന്റെ മേധാവിയും RSSന്റെ സർസംഘചാലകുമായ മോഹൻ ഭാഗവത് നടത്തിയ പ്രസ്താവനയെ പരസ്യമായി തള്ളിക്കൊണ്ട് RSSന്റെ മുഖമാസികയായ ഓർഗനൈസർ ഒരു മുഖപ്രസംഗം പങ്കുവച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് RSSന്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് രാജ്യത്ത് എല്ലായിടത്തും രാമക്ഷേത്രത്തിന് സമാനമായ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്ന നിലയിൽ ഒരു പരാമർശവുമായി രംഗത്ത് വന്നത്. ഒരു RSS വേദിയിൽ തന്നെ പ്രസംഗിക്കുന്നതിനിടെയാണ് RSSന്റെ സർവാധിപനായ സർസംഘചാലക് മോഹൻ ഭാഗവത് രാമക്ഷേത്രം ഒരു വികാരമായിരുന്നു എന്നും എന്നാൽ രാജ്യത്തെ എല്ലായിടത്തും രാമക്ഷേത്രത്തിന് സമാനമായ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്നും ചിലർ ഇത്തരം തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഹിന്ദു സമുദായത്തിന്റെ ആകെ നേതാവാകാൻ ശ്രമിക്കുകയാണ് എന്നുമുള്ള ഒരു രൂക്ഷമായ വിമർശനവുമായി കടന്നു വരുന്നത്. RSS മേധാവിയുടെ പ്രസ്താവന തന്നെയാണോ എന്ന നിലയിൽ രാജ്യം ആശ്ചര്യപ്പെട്ടു പോയ ആ പ്രസ്താവന കടന്നു വന്ന് ദിവസങ്ങൾ പിന്നിടുന്നതിന് മുൻപാണ് ആ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് RSSന്റെ മുഖമാസികയായ ഓർഗനൈസർ ഒരു മുഖപ്രസംഗം തന്നെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് RSSന്റെ മുഖമാസികയായ ഓർഗനൈസർ ഒരു മുഖപ്രസംഗം പങ്കുവയ്ക്കുന്നത്. ആ മുഖപ്രസംഗത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വലിയ തോതിൽ സംഘർഷത്തിന് പോലും ഇടയാക്കിയ സമ്പലിലെ പള്ളി തർക്കം അടക്കമുള്ള വിഷയങ്ങളെ അതിഭീകരമായാണ് RSSന്റെ മുഖമാസിക ന്യായീകരിക്കുന്നത്. ഇത്തരം പള്ളിത്തർക്കങ്ങൾ, അതായത് സമ്പൽ മുതൽ അജ്മീർ ദർഗ വരെ നീളുന്ന ഇത്തരം പള്ളിത്തർക്കങ്ങൾ നാഗരിക നീതി ഉറപ്പാക്കുന്നതിനായുള്ള ചരിത്ര സത്യം തേടിയുള്ള പോരാട്ടമാണെന്നാണ് RSSന്റെ മുഖമാസിക വ്യക്തമാക്കുന്നത്. RSSലെ അവിടെ ഒരു പവർ സ്ട്രക്ചറിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം RSS 1921 രൂപീകൃതമാകുന്ന ഘട്ടം മുതൽ ഹെഡ്ഗേവാർ എന്ന ആദ്യ സർസംഘചാലകിന്റെ കാലം മുതൽ RSSലെ അവസാന വാക്കെന്ന് പറയുന്നത് സർസംഘചാലക് പറയുന്നതാണ്. ആ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞതിന്റെ നേർ വിപരീതമാണ് ഇപ്പോൾ RSSന്റെ മുഖമാസികയായ ഓർഗനൈസർ പറയുന്നത്. കഴിഞ്ഞ മാസം സമ്പലിലെ സംഘർഷങ്ങൾ ആരംഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ സമ്പൽ വിഷയത്തിൽ ന്യായീകരണങ്ങളുമായി ഓർഗനൈസർ നിരവധിയായ ലേഖനങ്ങൾ പങ്കുവച്ചിരുന്നു. അതായത് സമ്പലിൽ വലിയ തോതിൽ ഹിന്ദു പള്ളികളും ക്ഷേത്രങ്ങളും മുസ്ലിങ്ങൾ കൈയടക്കി വച്ചിട്ടുണ്ട്, അവയെല്ലാം തിരിച്ചു പിടിക്കേണ്ടത് ചരിത്ര സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന്റെ ആവശ്യകതയാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ഹിന്ദുത്വ ലേഖനങ്ങൾ നിരവധിയായി RSSന്റെ ഓർഗനൈസറിൽ പങ്കുവയ്ക്കപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ മുഖപ്രസംഗത്തിലൂടെ തന്നെ RSS മേധാവിയെ തള്ളിപ്പറയുന്ന ഒരു RSS മുഖപ്രസംഗം അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും കരുതിയത് രാജ്യത്തെ പള്ളി ക്ഷേത്ര തർക്കങ്ങൾ ഇതോടെ അവസാനിക്കുമെന്നായിരുന്നു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാബറി മസ്ജിദ് 1992 ഡിസംബർ 6 തകർക്കുമ്പോൾ തന്നെ അന്ന് സംഘപരിവാർ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, കാശി മധുര ബാക്കി ഹെ. അത് യാഥാർത്ഥ്യമാക്കുന്ന നിലയിലായിരുന്നു പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ. കാശിയിലെ ഗ്യാൻഗാബി മസ്ജിദിലും മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിലും ഒക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ച് ഹർജികൾ കോടതികളിൽ സമർപ്പിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ആ RSSന്റെ ലിസ്റ്റിൽ ഒന്നുമില്ലാതിരുന്ന ഒരു പള്ളിയായിരുന്നു ഉത്തർപ്രദേശിലെ സമ്പലിലെ ഷാഹി ജാമാ മസ്ജിദ്. ആ ഷാഹി ജാമാ മസ്ജിദിലേക്ക് വളരെ പെട്ടെന്ന് സംഘപരിവാർ കടന്നു വരുന്നതും ഒരു സംഘർഷം സൃഷ്ടിച്ച അതിനെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതും നമ്മൾ കണ്ടു. പക്ഷെ അതിനെതിരെ
RSSന്റെ സർസംഘചാലക് തന്നെ രംഗത്ത് വന്നപ്പോൾ ഒരു പ്രതീക്ഷയുടെ കണക രാജ്യത്ത് പല ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ട് RSSലെ ഒരു പ്രമുഖ വിഭാഗം രംഗത്ത് വരുമ്പോൾ വ്യക്തമാകുന്നത് RSSലെ ഭിന്നത തന്നെയാണ്. അതായത് RSSലെ ഒരു പ്രബല വിഭാഗത്തിന് ഓർഗനൈസറിനെ പോലെ RSSന്റെ നയവും നയപരിപാടിയും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുന്ന പുറത്തുവിടുന്ന RSSന്റെ മുഖമാസികയുടെ അടക്കം നിയന്ത്രണമുള്ള ഒരു പ്രബല വിഭാഗത്തിന് രാജ്യത്ത് ഇനിയും പള്ളിക്ഷേത്ര തർക്കങ്ങൾ ഉയർന്നു വരണം എന്ന ഒരു നിലപാട് തന്നെയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മുഖപ്രസംഗം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ മുഖപ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് RSS മേധാവിയുടെ പ്രസ്താവന പുറത്തു വന്ന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പുറത്തു വന്ന ഒരു മുഖപ്രസംഗമാണ് എന്ന് തന്നെയാണ്. എന്തായാലും ഉത്തർപ്രദേശിലെ സംഭലിലെ അടക്കമുള്ള പള്ളിത്തർക്കങ്ങളെയും അവിടുത്തെ സർവേ നടപടികളെയും അതിഭീകരമായാണ് ഈ മുഖപ്രസംഗത്തിൽ ന്യായീകരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ സംഭലിൽ എല്ലാ നിയമത്തിന്റെ ചട്ടക്കൂടുകളെയും മറികടന്നുകൊണ്ടായിരുന്നു സംഘപരിവാറിന്റെ ഒരു ആസൂത്രിത പദ്ധതിയിലൂടെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സംഭലിൽ ഉത്തർപ്രദേശ് സർക്കാരിന്റെ അടക്കം പൂർണ്ണ പിന്തുണയോടെയാണ് സർവേ നടപടികൾ അടക്കം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ യഥാർത്ഥ സംഭവങ്ങൾ ആരംഭിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ 19, 2024 നവംബർ 19, 2024 സംഭലിലെ ഒരു പ്രാദേശിക സിവിൽ കോടതിയിൽ 8ഓളം ഹർജികൾ സമർപ്പിക്കപ്പെടുന്നു. അതിൽ ഒരു ഹർജിക്കാരൻ ഉത്തർപ്രദേശിലെ ഗ്യാൻവാബി മസ്ജിദിൽ അവകാശവാദം ഉന്നയിച്ച് ഹർജി നൽകിയ അതേ ഹരിശങ്കർ ജെയിൻ ആയിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ആ ഹരിശങ്കർ ജെയിൻ അടക്കമുള്ള 8ഓളം ഹർജികൾ പരിഗണിച്ച പ്രാദേശിക സിവിൽ കോടതി 1991 ആരാധനാലയ നിയമത്തെയും മറികടന്ന് അവിടുത്തെ പള്ളി കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് പോലും നൽകാതെ വളരെ പെട്ടെന്ന് ഒരു തരത്തിലുള്ള നിയമ നടപടികളും പാലിക്കാതെ സർവേക്ക് ഉത്തരവിടുന്നു. ഉത്തരവ് പുറത്തു വന്ന മണിക്കൂറുകൾക്കകം കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറും ഹിന്ദുത്വവാദികളും അടങ്ങുന്ന സംഘം ആദ്യ സർവേ നടത്തുന്നു. പോലീസ് അതിന് എല്ലാ സംരക്ഷണവും ഒരുക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഇത്രയും വേഗത്തിൽ കോടതി നടപടികൾ നടപ്പാക്കപ്പെടുന്ന സംഭവങ്ങൾ നമുക്കധികം കാണാൻ സാധിക്കില്ല. അതോടൊപ്പം ഇതിനുശേഷം 2ാം സർവേയുമായി നവംബർ 24 ഈ സംഘം എത്തുമ്പോഴാണ് വലിയ തോതിൽ പ്രദേശവാസികൾ സംഘടിക്കുകയും അവിടെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും 4ഓളം മുസ്ലിം ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ സംഭവങ്ങളെല്ലാം ന്യായീകരിക്കുകയാണ് RSSലെ ഒരു പ്രമുഖ വിഭാഗം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ RSSലെ പ്രമുഖ വിഭാഗം ഇത് ന്യായീകരിക്കുന്നതിലൂടെ തള്ളിപ്പറയുന്നത് അവരുടെ സർസംഘചാലകത തന്നെയാണ് എന്ന് പറയുമ്പോൾ RSSൽ പള്ളിത്തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഭിന്നത പരസ്യമായി ചരിത്രത്തിലാദ്യമായി പുറത്തു വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.